നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. മധ്യാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്ക് താൽക്കാലിക ആശ്വാസം. കേസിൽ പോലീസ് റിപ്പോർട്ട് വന്നിട്ടില്ലെന്നും റിപ്പോർട്ട് വരുന്നതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മലയാറ്റൂരിൽ 19കാരി ചിത്രപ്രിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ചിത്രപ്രിയയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ആൺസുഹൃത്ത് അലൻ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു. സംശയത്തെ തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് അലന്റെ മൊഴി. VD സർവർക്കറുടെ പേരിലുള്ള പുരസ്കാരത്തിന് തന്നെ തിരഞ്ഞെടുത്തതായി അറിയുന്നത് മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിലൂടെയാണെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. ഇത്തരമൊരു അവാർഡിനെക്കുറിച്ച് തനിക്കറിയില്ല. താൻ സമ്മതിക്കാതെ തന്റെ പേര് പ്രഖ്യാപിച്ചത് സംഘാടകരുടെ നിരുത്തരവാദിത്തപരമായ നടപടിയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയ നടൻ ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സിനിമാ സംഘടനകൾക്കുള്ളിൽ അഭിപ്രായ ഭിന്നത തുടരുന്നു. ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ സംഘടന കാണിക്കുന്ന അമിതാവേശം കണ്ട് പുച്ഛം തോന്നുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി ഇന്നലെ FIFKയിൽ നിന്ന് രാജിവച്ചിരുന്നു. സിനിമാ സംഘടനകളിൽ ദിലീപിനെ തിരിച്ചെടുക്കുന്നതിൽ ഒരു വിഭാഗം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശൂരിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയണമെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. പാലക്കാട് കലാശക്കൊട്ടിനിടെ UDF പ്രവർത്തകന്റെ അമിതാവേശം. സ്വകാര്യ ബസിന്റെ മുകളിൽ നിന്നും ബാക്ക് ഫ്ലിപ്പ് ചെയ്ത UDF പ്രവർത്തകന് പരിക്ക്. തൃശൂർ തോണിപ്പാടം കുണ്ടുകാട് ജംഗ്ഷനിൽ നടന്ന കലാശക്കൊട്ടിനിടെയാണ് സംഭവം. പരിക്കേറ്റ പ്രവർത്തകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വർഷങ്ങളായി വിൽക്കാൻ ശ്രമിച്ചിട്ടും വിൽക്കാതെയിരിക്കുന്ന സ്ഥലങ്ങൾ, വീടുകൾ, കടമുറികൾ, ഫ്ളാറ്റുകൾ, ഗോഡൌണുകൾ എന്നിവയുടെ പരസ്യങ്ങൾക്കും വിൽപ്പനയ്ക്കും വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.